നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 6 മണി മുതൽ ഹർത്താൽ ആരംഭിക്കും. വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താലിൻ്റെ സമയം. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ കമ്പോളങ്ങളിലെ അധികാരികൾ കടയടച്ച് ഞങ്ങളോട് സഹകരിക്കണമെന്ന് ആണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അതുപോലെ വാഹന ഓപ്പറേറ്റർമാർ, പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ട് വാഹന ഓപ്പറേറ്റർമാർ ഞങ്ങളുമായി സഹകരിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഹോട്ടൽ, ചെറുകിട റെസ്റ്റോറൻറ്റുകൾ, മറ്റ് ചെറുകിട കടകൾ എന്നിവരോട് ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചെറുവാഹനങ്ങൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ട്രേഡ് യൂണിയൻ സംഘടനകൾ തുടങ്ങിയവർ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗവൺമെൻറ് അത് മുഖവിലേക്കെടുക്കുകയോ പോലീസ് അത് മുഖവിലേക്കെടുക്കുകയോ അന്വേഷണം തൃപ്തികരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്യാത്ത സാഹചര്യത്തിലാണ് ഏതാണ്ട് 52 സംഘടനകൾ സംസ്ഥാന തലത്തിൽ കൂടിച്ചേർന്ന് നിതിൻ രാജിൻ്റെ നീതിക്ക് വേണ്ടി സംയുക്തമായ ഒരു പ്രക്ഷോഭം, ദളിത് ആദിവാസി സംഘടനകൾ സംയുക്തമായി സംസ്ഥാന തലത്തിൽ വ്യാപകമായൊരു പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ്. നാളെ ഹർത്താലാണോ? നാളെ ബസ്സുകളൊക്കെ ഇറങ്ങുമോ? ബാങ്ക് ഉണ്ടാകുമോ? സ്വകാര്യ വണ്ടികളൊക്കെ തന്നെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തടസ്സമുണ്ടാകുമോ? അല്ല, എന്തിനാണ് ഇപ്പോൾ ഹർത്താൽ? നാളെ കേരളത്തിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് സംസ്ഥാനത്ത് നാളെ, അതായത് ഏപ്രിൽ 28 ചൊവ്വാഴ്ച ഹർത്താൽ ഉണ്ടാകാൻ പോകുന്നത്. ജസ്റ്റിസ് ഫോർ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലും ദളിത് ആദിവാസി സംഘടനകളുമാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹർത്താൽ ബന്ദായി മാറുമെന്നും എല്ലാവരും സഹകരിക്കണമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറയുന്നു. നിരവധി സംഘടനകൾ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ ആരൊക്കെയെന്നും ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയത് ആരെയെല്ലാമെന്നും അറിയാം. ഏപ്രിൽ 28 ചൊവ്വാഴ്ച ഹർത്താൽ 1ാം വർഷ BDS വിദ്യാർത്ഥിയായിരുന്ന തിരുവനന്തപുരം സ്വദേശി നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് നാളെ ഏപ്രിൽ 28 ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. ക്യാമ്പസ് കൊലപാതകങ്ങൾക്കെതിരെയുള്ള പ്രതിരോധം എന്ന നിലയിലാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, നിതിൻ രാജ് മരിച്ച ഇത്രയും ദിവസമായിട്ടും പ്രതികളെ പിടികൂടാൻ സാധിച്ചില്ല എന്ന് പറയുന്നതിലും വലിയ വീഴ്ച സംഭവിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഹർത്താലിന് ആഹ്വാനം ചെയ്ത ആക്ഷൻ കൗൺസിൽ പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ എന്തെല്ലാം എന്ന് പരിശോധിക്കാം. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യുക, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദു ചെയ്യുക, രോഹിത് വിമുല ആക്ട് നടപ്പിലാക്കുക, നിതിന്റെ കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, ജുഡീഷ്യൽ മേൽനോട്ടത്തിൽ കേസ് അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർത്താൽ നടക്കുന്നത്. ഏപ്രിൽ 28 ഹർത്താലിനെ പിന്തുണയ്ക്കുന്നത് ആരെല്ലാം? ജസ്റ്റിസ് ഫോർ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലും ദളിത് ആദിവാസി സംഘടനകളുമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പൗരസമൂഹവും ഉൾപ്പെടെ 60ഓളം സംഘടനകളാണ് ഹർത്താലിനെ പിന്തുണയ്ക്കുന്നത് എന്നാണ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ കണ്ണൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത്. റോഡിലിറങ്ങുന്ന സ്വകാര്യ വാഹനങ്ങൾ തടയും. ഹർത്താൽ ദിനത്തിൽ റോഡിലിറങ്ങുന്ന എല്ലാ സ്വകാര്യ വാഹനങ്ങളും തടയുമെന്നും വ്യാപാരികൾ കടകമ്പോളങ്ങൾ അടച്ച് സഹകരിക്കണമെന്നും ആക്ഷൻ കമ്മിറ്റി ജില്ലാ കൺവീനർ സുനിൽ കൊയിലേരിയൻ കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഹർത്താൽ ബന്ദായി മാറുമെന്നും എല്ലാവരും സഹകരിക്കണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ആവശ്യ സർവീസുകളെ ഒഴിവാക്കി. ആവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പത്രം, പാൽ, ആശുപത്രി എന്നിവയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ആക്ഷൻ കമ്മിറ്റി പറയുന്നു. വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ D സുരേന്ദ്രനാഥ്, കുഞ്ഞമ്പു കല്യാശ്ശേരി, വിജയൻ VC എന്നിവരും പങ്കെടുത്തിരുന്നു. നിതിൻ രാജിനെതിരെ ജാതി അധിക്ഷേപമോ ജാതിയുടെ പേരിൽ അപമാനമോ നടന്നതായി തെളിവില്ലെന്നായിരുന്നു മുൻകൂർ ജാമ്യ അപേക്ഷകളിൽ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ നിരീക്ഷണം. വിദ്യാർത്ഥികളോടുള്ള ഡോക്ടർ റാമിന്റെ മോശം പെരുമാറ്റം ജാതിയെ അടിസ്ഥാനമാക്കിയുള്ളതല്ല. ലോൺ ആപ്പുകാരുടെ ഭീഷണിയും പ്രിൻസിപ്പാളിന്റെ മുറിയിലെ ചോദ്യം ചെയ്യലും തുടർന്നുണ്ടായ പരാതിയെക്കുറിച്ചുള്ള ഭയവുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും വിധിയിൽ ഉണ്ട്. അതേസമയം നിതിൻ രാജിനെ കൂട്ടവിചാരണ ചെയ്യുമ്പോൾ പ്രിൻസിപ്പലിന്റെ മുറിക്ക് സമീപം റാമിന്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും അതിനാൽ റാമിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും പറഞ്ഞാണ് തലശ്ശേരി കോടതി റാമിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും നാളെ ഹർത്താൽ നടക്കാൻ പോവുകയാണ്. അവർ തീരുമാനിച്ചു കഴിഞ്ഞു. 6 മണി മുതൽ 6 മണി വരെ, രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കടകമ്പോളങ്ങൾ അടച്ച് സഹകരിക്കണം
എന്നാണ് പ്രധാനമായും അവരുടെ ആവശ്യം. തീർച്ചയായിട്ടും നാടിന് നല്ലത്, അതായത് ഈ പറഞ്ഞ പോലെയുള്ള റാമിനെ പോലെയുള്ള അധ്യാപകർ നമ്മുടെ വിദ്യാർത്ഥികളെ, ഇനിയും നമ്മളുടെ വിദ്യാർത്ഥികൾ ചെല്ലുന്ന വിദ്യാലയങ്ങൾ ഒരുപക്ഷെ ഇപ്പോഴും ഉണ്ടാകാം, ഇനി ഭാവിയിൽ വരാനുണ്ടെങ്കിലും മുളയിലെ നുള്ളിക്കളയുന്നതായിരിക്കും എന്തായാലും ഭേദം. ഇനിയും വിദ്യാർത്ഥികളുടെ ജീവനുകൾ ഇത്തരത്തിൽ കലാലയങ്ങളിൽ പൊലിയാനുള്ളതല്ല എന്ന് വ്യക്തമാണ്. കാരണം ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും കണ്ടാണ് ഇവരെ ഓരോരുത്തരെയും അച്ഛനും അമ്മയും അത്രയും കഷ്ടപ്പെട്ട് 21, 22, 23 വർഷം വരെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതിനുശേഷം ഇനിയുള്ള ഭാവിയിൽ അവർ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കും എന്ന് വിചാരിച്ച് സ്വപ്നം കാണുന്ന അച്ഛൻ്റെയും അമ്മയുടെ മുന്നിൽ ചേതനയേറ്റ ശരീരമായിട്ട് മക്കൾ എത്തേണ്ട ഒരു ഗതികേട് അത് ഇനി ഉണ്ടാക്കൂടാ എന്നുള്ളതാണ്. അതിന് ഇത്തരത്തിലുള്ള അധ്യാപകരാണ് കാരണക്കാരെങ്കിൽ അവരെ വേരോടെ ക്യാമ്പസുകളിൽ നിന്നും പിഴുതെറിയേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റൊന്ന്, വിദ്യാർത്ഥികൾക്ക് ആത്മധൈര്യം കൊടുക്കുക. നിങ്ങളുടെ നേരെ വരുന്ന ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം നൽകുക. നിങ്ങളുടെ നേരെ വരുന്ന ചൂഷണങ്ങളെ കൃത്യമായി വീഡിയോയിൽ പകർത്തി സമൂഹത്തിന് മുന്നാലെ കൊണ്ടുവരാൻ ശ്രമിക്കുക. കൂടെയുള്ള വിദ്യാർത്ഥി ദുഃഖവും ദുരിതവും കഷ്ടപ്പാടും അനുഭവിക്കുകയാണെങ്കിൽ അവനെ ഒന്ന് പിന്തുണയ്ക്കാൻ മറ്റുള്ള കൂടെയുള്ള സുഹൃത്തുക്കൾ തയ്യാറാവുക. ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. തീർച്ചയായിട്ടും നിതിൻ രാജിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും കണ്ണീര് കാണുമ്പോൾ കരളറിയാത്ത ജനങ്ങൾ നമ്മുടെ ഈ ചുറ്റുപാടും ഒന്നും തന്നെ ഇല്ല. എന്തായാലും നാളെ ഹർത്താലാണ്. ഹർത്താലിനോട് രണ്ട് രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ജനങ്ങൾ പ്രതികരിക്കാറുള്ളത്. ഇപ്പോൾ ഹർത്താലിന്റെ വാർത്ത വരുമ്പോഴും ഒരു കൂട്ടം ആളുകൾ പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്, ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് ഈ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഞങ്ങൾ നിൽക്കുക എന്നാണ്. മറ്റു ചിലർ പറയുന്നത് ഇത് അനാവശ്യമാണ്, ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മളെല്ലാവരും മറ്റുള്ള വ്യക്തികളുടെ ഒക്കെ തന്നെ ജീവിതം മാർഗത്തെ തടസ്സപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടോ എന്നുള്ള ചോദ്യം പോലും ഉണ്ട്. KSRTC നിരത്തിലിറങ്ങുമോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഇതിപ്പോൾ ഈ വർഷം ഇത് 2ാമത്തെ വട്ടമാണ് ഹർത്താൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്നും അതിനുള്ള വാർത്തകളൊക്കെ തന്നെ വന്നു കഴിഞ്ഞു. നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ ഹർത്താലിനോട് സഹകരിക്കുമോ ഇല്ലയോ?